പ്രതിപക്ഷ സ്ഥാനത്തെ ചൊല്ലി ഇടത് മുന്നണിയിൽ വലിയ രീതിയിൽ കലഹം നടക്കുന്നു എന്ന തരത്തിലുള്ള റിപ്പോർട്ടാണ് ഇപ്പോൾ തിരുവനന്തപുരം കേന്ദ്രീകരിച്ചുകൊണ്ട് വന്നുകൊണ്ടിരിക്കുന്നത്. മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട വിഷയത്തിന് പരിഹാരമുണ്ടാക്കാത്തതിനാൽ ഇടതുപക്ഷത്തിൻ്റെ വിഷയത്തിന് അത്ര തിളക്കം കിട്ടുന്നില്ല, അല്ലെങ്കിൽ ആ ന്യൂസ് വല്ലാത്ത രീതിയിൽ പുറത്തു വരുന്നില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത്. കൃത്യമായ രീതിയിൽ പറഞ്ഞാൽ എന്തുകൊണ്ട് ഇടതുപക്ഷം തോറ്റു എന്നതിന് ഒരു പൂർണ്ണമായിരിക്കുന്ന ഒരു രൂപം LDFിൻ്റെ മീറ്റിംഗ് കൂടിയിട്ടും CPM സെപ്പറേറ്റ് ആയിട്ട് മീറ്റിംഗ് കൂടിയിട്ടൊന്നും ഒരു കൃത്യമായ രീതിയിൽ പറയാൻ വേണ്ടി സാധിക്കുന്നില്ല. പോരായ്മകളുണ്ട്, പാർട്ടി പ്രവർത്തകർ മാറി വോട്ട് ചെയ്ത ഏരിയകളും മറ്റുമൊക്കെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് ഒഴിഞ്ഞു മാറുകയാണ്. ഇപ്പോൾ LDF വിരുദ്ധ തരംഗമുണ്ടോ, അല്ലെങ്കിൽ പിണറായി വിരുദ്ധ തരംഗമാണോ എന്നൊക്കെയുള്ള ചോദ്യത്തിന് അങ്ങനെയല്ല, ഇടതുപക്ഷത്തോട് മൊത്തത്തിൽ അല്ലെങ്കിൽ ഗവൺമെൻറ്റിനോട് മൊത്തത്തിലുള്ള എതിർപ്പല്ലാതെ വ്യക്തിപരമായ എതിർപ്പില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒഴിഞ്ഞു മാറുകയാണ്. ഇപ്പോഴത്തെ പ്രശ്നം CPI ആണ്. CPI പറഞ്ഞു ഇനി മുന്നോട്ട് പ്രതിപക്ഷ സ്ഥാനം തങ്ങൾക്ക് വേണം. അതാണ് സങ്കീർണമായിരിക്കുന്ന ഒരു വിഷയത്തിലേക്ക് വന്നത്. അപ്പോൾ അത് CPM കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു തരത്തിലും സാധിക്കില്ല. വലിയ പാർട്ടി, മെജോറിറ്റി ഉള്ള പാർട്ടിയാണ് CPM, അതുകൊണ്ട് അത് നൽകില്ല എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ പ്രതിപക്ഷ ഉപസ്ഥാനം വേണമെന്ന് പറഞ്ഞു. ആ ഉപസ്ഥാനവുമായിട്ട് ബന്ധപ്പെട്ട വിവാദമാണ് ഇപ്പോൾ വലിയ രീതിയിൽ കുഴഞ്ഞു മറിഞ്ഞു നിൽക്കുന്നത്. കാര്യം അങ്ങനെ ഒരു സ്ഥാനം ഇല്ലെന്നും അങ്ങനെ ഒരു സ്ഥാനത്തിന് വലിയ രീതിയിലുള്ള ഭരണഘടനാ അംഗീകാരമില്ല എന്നതൊക്കെയാണ് CPM പറയുന്നത്. അപ്പോൾ അതിന് CPI മറുപടി പറയുന്നുണ്ട്, ഒരുപാട് തവണ കേരളത്തിൽ ഉപനേതാക്കന്മാരെ തിരഞ്ഞെടുത്തിട്ടുണ്ട്, ഉപപ്രതിപക്ഷ നേതാവ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ എന്തുകൊണ്ട് തങ്ങൾക്ക് മാത്രം അത് ഉണ്ടാവാൻ വേണ്ടി പറ്റില്ല എന്നുള്ളതാണ് ചോദിക്കുന്നത്. അതിന് ഉദാഹരണം അവർ പറയുന്നത് എങ്ങനെയാണ്, 2021-26 കാലഘട്ടത്തിൽ VD സതീശൻ, അതായത് കഴിഞ്ഞ ഇതിന് മുൻപത്തെ വർഷത്തിൽ VD സതീശൻ പ്രതിപക്ഷ നേതാവായിരുന്ന സമയത്ത് ഉപപ്രതിപക്ഷ നേതാവായി കുഞ്ഞാലിക്കുട്ടി വന്നിട്ടുണ്ട്. 2001-2006 വർഷത്തിൽ പ്രതിപക്ഷ നേതാവായി അച്യുതാനന്ദൻ വന്ന സമയത്ത് ഉപനേതാവായിട്ട് കോടിയേരി വന്നിട്ടുണ്ട്.